അപ്പോൾ വീട്ടിൽ ഇരുന്നപ്പോൾ എല്ലാവർക്കും ബോറടി. അപ്പോൾ പോയി ഫുഡ് കഴിച്ചാലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വാരി പറക്കിയെടുത്ത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദില്ലി ധാബയിലാണ് പോയേക്കുന്നത്. നമ്മുടെ അടുത്തുള്ളൊരു അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടെ പോയി ഫസ്റ്റ് നമ്മൾ ഈ റോളാണ് കഴിച്ചത്. നമ്മുടെ നാട്ടിലെ ഷവർമയൊന്നും ഇവിടെ അങ്ങനെ അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ഡെറാഡൂണുകാരുടെ ഷവർമയാണ് ഈ ഒരു റോള്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്, കണ്ണിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ അടുത്ത ഫുഡ് ഓർഡർ ചെയ്തതാണ്. കാരണം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പോകാനുള്ള ഒരു ടൈം ഇല്ലായിരുന്നു. കാരണം ഇത് വേറൊരു റൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് അവിടുത്തെ കോൺ പിസ്സയാണ് ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം അടിപൊളി ടേസ്റ്റാണ്. കാരണം പിയാണ് അത് നോർമലി കഴിക്കുന്നത്. പിന്നെ പിയുടെ അത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്താണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇതാണ് നമ്മുടെ കട. ഡെറാഡൂണിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കട ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്, നല്ല ഫുഡാണ്. നോർമലി എനിക്കിങ്ങനെ നോർത്ത് സൈഡ് ഫുഡൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഫുഡൊക്കെ ആയിട്ട് യൂസായി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്വാർട്ടറിലോട്ട് പോവുകയാണ്. ക്വാർട്ടറിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഓർഡർ ചെയ്തേക്കുന്ന സാധനം വരുന്നത് വരെ നമ്മൾ അവിടെ വേലിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്ന് അനൂപേട്ടൻ പോയി മേടിക്കാൻ വന്ന്. ഞാൻ പിന്നെ ഇവരെ ആരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എൻ്റെ വ്ളോഗിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് അനൂപേട്ടൻ, എൻ്റെ ഒരു ബ്രദറാണ്. പിന്നെ ഈ ഫസ്റ്റ് കയറി പോകുന്ന ആളാണ് റോഷ്നി. ഇവർ രണ്ടുപേരും മകളാണ് പിയ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ കണ്ണും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.